മമ്മി എന്നാ എന്റെ കൂടെ കൂടണോ 2 പെട്ടി മേക്കപ്പ് സാധനം മമ്മിയുടെ ഇത് കണ്ടോ ഡയ്യല്ലേ നിർത്തിയാലോ എന്ന് ഓർക്കുക. എന്തിനാ ഡയ്യ എന്നായാലും അതെ ഇതെന്റെ അമ്മ എന്തായാലും വയസ്സായി. ഇനിയിപ്പോ എന്തിനാ ഡയ്യൊക്കെ ചെയ്ത് ചെറുപ്പമാണെന്ന് ഞാൻ നോക്കുക. കൊള്ളാം. എനിക്കറിയില്ല, നരച്ച മുടി ഇടുന്നതിന് കുഴപ്പമില്ല, ഇച്ചിരൂടെ ഷോർട്ട് ആക്കി ഇടാൻ ഇഷ്ടമാണ്. ബോബ് ചെയ്തിടാൻ ഒരു ഇച്ചിരൂടെ പ്രായമാകട്ടെ എന്ന് ഞാനങ്ങൾ വിചാരിക്കണം. വിഷമുള്ളതൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ. ഇതെന്തിനാ മമ്മി? അജിമേലൊക്കെ ഇപ്പൊക്കെ എടുക്കാൻ. ഇത് നോക്കിയാ ഒലിവ് ഓയിലാ. ഒലിവ് ഓയിൽ നമ്മളെന്തേലും ഒക്കെ ബേക്കല്ല ചുട്ടെടുക്കുമ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ അതാണല്ലോ ബേക്ക് ചെയ്യണേ അല്ലേ? ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിന് ഏതാണ് അത് തിന്നാൻ മേടിച്ചാ? അത് നല്ലതല്ലേ? ഇത് അവിടെ ചെന്നപ്പോ ഒരു പാക്കറ്റ് തിന്ന് തീർത്താ. ഇത് ഏതാണ്ട് സ്വീറ്റ് ആണല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഇത് ഇറച്ചിയൊക്കെ മേടിച്ചു കഴിയുമ്പോഴത്തെ ഫ്രീസറിൽ കയറ്റി വെക്കാനുള്ള അത് ഇതിനകത്തല്ലേ? ഇതിനകത്ത് അപ്പടി മിഠായി പൊട്ടിയതാ. അത് നല്ല മാത്രം. അത് ആടിക്കെന്നാ ഉത്സാഹം നോക്കിയേ. അതാ മറ്റേ കവറാന്നേ. ഇത് കുരുമുളക് പൊടിക്കാനുള്ള. പിന്നെ അത് ഉപ്പ് പൊടിക്കാൻ. കല്ലുപ്പ് ഉപ്പ് പൊടിക്കാൻ. അതെ ദിവ്യക്കുള്ള സാധനം അതല്ല ഇത്. പിന്നെ ഇതെന്താന്ന് നോക്കട്ടെ. ആയിരിക്കും എന്നാ ഉത്സാഹം അറിയാം എന്നെ ട്രോളാൻ. ഓ മൈ ഗോഡ്, എന്റെ പൊന്നേ. ലാവണ്ടർ മെബിലിൻ ലിപ്സ്റ്റിക്. ദൈവമേ, മിഠായി മേടിച്ചിട്ട് ഇത്രയും. നിക്സിന്റെ ഐ പെൻസില്. പുളിയുള്ള മിഠായി. മെബിലിന്റെ ഐ പെൻസില്. ലാവണ്ടറിന്റെ സോപ്പ്. അത് മറ്റൊരു ആടി മേടിച്ചാ. ലാവണ്ടർ തോട്ടം കാണാൻ പോയതാ. ഡാഡി ലാവണ്ടർ തോട്ടം കാണാൻ പോയതൊന്നും മേടിച്ചാ. ലാവണ്ടർ തോട്ടം കാണാൻ മമ്മി എന്നാ മമ്മി പോകാത്ത ഇടിച്ചേറി പോകുമ്പോഴായിരുന്നു. ഞാൻ കൊച്ചിനെ നോക്കാനുള്ള കൊച്ചുള്ളതുകൊണ്ടേ അവനെ കൂട്ടി പോകണം. അയ്യോ അവര് 2-3 ദിവസത്തേക്ക് ടൂർ പോയതാ. ഇതാ കുപ്പിക്കകത്തോട്ട് കഴുകാൻ. ചുമ്മാ ചെറിയ ബ്രഷില്ലേ ട്യൂബിനകത്തൊക്കെ ഇട്ട്. അതും കൂടെ എടുത്ത് വെച്ചത്. ഇതൊക്കെ ആ സാധനം ഞാൻ 2 മേടിച്ചതാ. ഓ എന്റെ പൊന്നുള്ളി അതൊന്നും പൊട്ടിക്കണ്ട. അപ്പൊ എന്തോരം മിഠായി ആർക്കാ വേണ്ട? എനിക്കാണെ ഒരു മിഠായി തിന്നിട്ടില്ല. ഇതെന്തത്? അതാ ദിവ്യക്ക് അവള് മേടിച്ചതാ. എത്രയാണെന്നറിയാം അതിന്റെ വില? താങ്ക് യു. എനിക്ക് ചേച്ചി മേടിച്ചാട്ടോ. അതിലും നല്ലത് ഇവിടെ ദിവ്യക്ക് ഇടണ്ടെന്ന് ഞാൻ പറയാതെ. ഓ അതെന്നാന്നറിയാ? മുറുക്ക പിടിക്കാം. നല്ല നാരങ്ങയുടെ ജാമ. നല്ല ടേസ്റ്റുള്ള. അല്ല അതെന്റെ പഴയ പേഴ്സാ. ഓ അതൊരു ഇതെല്ലാം ചേച്ചിയാണോ എനിക്ക് വാങ്ങിയതാണോ? ഇതെല്ലാം ഇത് ചേച്ചിയുടെ ഗിഫ്റ്റുകൾ കണ്ടോ? ഇത്രയും സാധനം ഇല്ലായിരുന്നു. ഇതും ഇല്ലേ? പിന്നെ മിഠായി. പിന്നെ അത് കാണിച്ചേ. അതെന്നാ അടി? അത് കാണിച്ചേ. എന്റെ പൊന്നെ, എന്റെ ബർത്ത്ഡേ പോലാണല്ലോ. അതേതാ? ഇത് പിന്നെയും ബാഗ് ആർക്കാമി? ഇതെനിക്കാണോ അമ്മ വാങ്ങിയേ? പറയാം. പിന്നെ മിഠായി. ഓ മതി എന്റെ പൊന്നെ. എനിക്ക് ബോധമില്ലാണ്ട് മേടിച്ചാണെന്ന് ഞാൻ അറിയണം. ഇത് മേശപ്പുറത്ത് വെക്കാനുള്ളതാ. പെപ്പർ ആൻഡ് സോൾട്ട് പൊടിക്കാൻ. ഇത് കാണാട ഇറക്കാം. ഇത് പെപ്പർ ആൻഡ് സോൾട്ട് മേശപ്പുറത്ത്. ഇനി അവിടെ ഞാൻ ദിവ്യക്ക് ഞാനൊരു സാധനം മേടിച്ചത് തരാം. ഓ ഇത്രയും മിഠായി ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഇത്രയും ഞാൻ അറിഞ്ഞുകൊണ്ട് മേടിച്ചതല്ല. അത് ചിക്കുവിനുള്ള അതിന്റെ ചെരുപ്പ. അതെന്റെ ചെരുപ്പ. 2 വാട്ടർ ബോട്ടിലുണ്ട്. താഴെ പോയി അടുത്ത കുപ്പി. പിന്നെ കുപ്പി. അതെന്റെ പല്ല് തേക്കണ ബ്രഷ് ഇടുന്ന. മമ്മി ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങും മമ്മി? ഇതാ ദിവ്യ മമ്മി മേടിച്ച ദിവ്യക്ക്. അതെ മമ്മി മേടിച്ചത് എനിക്ക്. നോക്ക്. എനിക്ക് അതൊന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതിന് എത്രയെന്ന് പറയാം? 2250 രൂപയുടെ മൂല്യം ഉണ്ടോ അതിന്? എനിക്ക് 2250 രൂപയുടെ. അതിന്റെ ക്ലോത്ത് ഒക്കെ നല്ലതാണ്. ആണോ? നല്ല എനിക്ക് തന്നെ ദിവ്യക്ക് ഇതിൽ നല്ലത് ഇവിടെ ഉണ്ടെന്ന്.
മക്കളെ ഇതെല്ലാം കൂടെ ഇരുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെക്കാൻ സഹായിക്കണം കേട്ടോ. ഞാൻ മടുത്തുപോയി. അപ്പോൾ നമ്മുടെ പെട്ടി തുറക്ക പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നത്. ബൈ ബൈ. ഡാഡി ഒരു ബൈ കൊടുത്തു. ഇനി പെട്ടി പൊട്ടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇനി ഇല്ലേ? നാളെ സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും കാണും. അമ്മേ ഇങ്ങനെയാണെങ്കിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പോരാ കേട്ടോ. അതെ അത് നല്ല. 2-3 മാസം കൂടെ ഒന്ന് UK പോകുന്നതല്ല. എന്നാണേലും മമ്മിയും ഡാഡിയും ഇത്രയും സാധനങ്ങളല്ലേ ഇവിടെ കഷ്ടപ്പെട്ട് സമ്മതിക്കണം. താങ്ക്സ് രണ്ടുപേർക്കും താങ്ക്സ്. നല്ല ഭംഗിയുള്ള നല്ല ബൗള് മേടിച്ചതായിരുന്നു. ഞാനൊരു 6 വേണ്ട ഒരു 3.5 കിലോ വെച്ചേ പെട്ടി. ഞാനോർത്തത് ഒന്നും ഇല്ലാന്ന് ഓർത്തോണ്ടിരുന്നു. അവസാനം പെട്ടി തൂക്കിയപ്പോൾ 33 കിലോ കേക്കാ വരുന്നത്. അടിപൊളി. പിന്നെ അതെല്ലാം എടുത്ത് മാറ്റി. പിന്നെ ഓൾ പർപ്പസ് ഇതിന്റെ ഇത്രയും തന്നെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അതും കൂടെ എടുത്ത് മാറ്റി. ഇത് നല്ല ഓവനകത്തൊക്കെ വെക്കുന്ന കൂട്ടാന്നേ ഇത്. ഇതെവിടെ ഇരിക്കട്ടെ. ഇത് പിള്ളേരുണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാം. ഒരു വീക്ക്നെസ് ആ മമ്മിയുടെ. ഇത് പൊട്ടിക്കണ്ട കേട്ടോ. ഇതുകൊണ്ടിരിക്കട്ടെ. ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ പാവം.